ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ബൈബിളിൻ്റെ നാമവൈശിഷ്ട്യത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും ബൈബിൾ വ്യവഹരിക്കപ്പെടുന്നത് തിരുവെഴുത്ത് എന്ന പേരിലാണ്. അതിനെ സ്വയം വിളിച്ചിരിക്കുന്ന പേരാണ് തിരുവെഴുത്ത്. തിരുവെഴുത്ത് എന്നതിൽ അന്തർലീനമായിരിക്കുന്നത് ഇതര എഴുത്തുകളെ അതിജീവിച്ച് സ്വയമായി നിൽക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ്. ഈശ്വരൻ മനുഷ്യവർഗത്തിനു വേണ്ടി മനുഷ്യരാൽ എഴുതി നൽകിയ അനുഗ്രഹീതമായിട്ടുള്ള രേഖകളുടെ ക്രോഡീകരണമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ തിരുവെഴുത്തെന്ന് വ്യവഹരിക്കപ്പെടുന്നു. എന്നാൽ പൊതുലോകത്തിൽ ഈ തിരുവെഴുത്തിനെ അറിയപ്പെടുന്നത് ബൈബിൾ എന്നാണ്. എന്തുകൊണ്ടാണ് ബൈബിളിനെ ആ നിലയിൽ വ്യവഹരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എഴുതുവാൻ ഉപയോഗിച്ച പദാർത്ഥത്തിൽ നിന്നുണ്ടായതാണ് ആ ഒരു പേര് അഥവാ ആ ഒരു നാമം. ബിബ്ലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വാക്കാണ് ബൈബിൾ എന്നത്. ദ ബുക്ക് എന്നാണ് ബിബ്ലിയോൺ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം. ബിബ്ലിയോസ് എന്നത് ഈജിപ്റ്റ് നാടുകളിൽ പ്രത്യേകിച്ച് തുറമുഖ പ്രദേശങ്ങൾ കണ്ടുവന്ന ഒരുതരം പാപ്പിറസ് എന്ന ചെടികളുടെ ഇലകളും തണ്ടുകളും ആ കാലങ്ങളിൽ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളായിരുന്നു. അവ കടലാസ് പോലെ പരത്തി എഴുതുവാൻ ഉപയോഗിച്ച് പോന്നതാകിയാൽ അവയെ ഗ്രീക്ക് ഭാഷയിൽ വിളിച്ച പേരായിരുന്നു ബിബ്ലിയോസ്. അതാണ് ബുക്ക്, പുസ്തകം എന്ന രൂപത്തിൽ പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ ദ ബുക്ക് എന്നാണ് അർത്ഥം. ഞാൻ വായിച്ച പുരാതനമായ ഒരു ധ്യാന പുസ്തകത്തിൽ പരിണാമവാദ സിദ്ധാന്ത ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ചാൾസ് ഡാർവിൻ്റെ അവസാന നാളുകളിലെ ഒരു പ്രഭാതത്തെക്കുറിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു നേഴ്സിൻ്റെ അനുഭവക്കുറിപ്പായിട്ട് ഞാൻ വായിക്കാനിടയായിത്തീർന്നത് നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അവർ അദ്ദേഹത്തിൻ്റെ ക്ഷീണിച്ച ശരീരം കസേരയിലേക്ക് ചാരിയിരുത്തിയപ്പോൾ തൻ്റെ ഷെൽഫിലിരിക്കുന്ന ഒരു ഗ്രന്ഥം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെടുത്ത് തന്നെ വായിച്ച് കേൾപ്പിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. പല പുസ്തകങ്ങളും അവർ എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഡാർവിൻ പറഞ്ഞു, അതൊന്നുമല്ല പുസ്തകം, ദ ബുക്ക് എന്ന് വിളിക്കപ്പെടുവാൻ ഒന്ന് മാത്രമേ ലോകത്തിലുള്ളൂ, അത് ദ ബൈബിൾ ആണ് എന്ന്. അവരത് എടുത്തപ്പോൾ 23-ാം സങ്കീർത്തനം വായിക്കുവാൻ ആ നേഴ്സിനോട് വിശ്വവിഖ്യാതനായിരിക്കുന്ന ഡാർവിൻ പറയുകയുണ്ടായി. അവർ പറഞ്ഞത് അത് വായിക്കും തോറും ഡാർവിൻ ആശ്വാസം അനുഭവിച്ചതോടൊപ്പം വായിച്ച് കേൾപ്പിച്ച തൻ്റെ ഹൃദയവും യേശു ക്രിസ്തു തൻ്റെ ഇടയനായി തന്നോടൊപ്പം നിൽക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. യെസ്, ബൈബിൾ അത് ദൈവം മനുഷ്യനോടൊപ്പം വസിക്കുന്നതിൻ്റെ മാധുര്യത്തെ വിളംബരം ചെയ്യുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ദ ബുക്ക് എന്ന് നമുക്ക് ധൈര്യത്തോടുകൂടെ പറയുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ബൈബിളിൻ്റെ ഉത്ഭവ വൈശിഷ്ട്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മുമ്പ് ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ നാമ വൈശിഷ്ട്യത്തെക്കുറിച്ചാണ്, എൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഉത്ഭവ വൈശിഷ്ട്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ അറിയപ്പെടുന്ന മതഗ്രന്ഥങ്ങൾക്കെല്ലാം ദൈവ നിശ്വാസ്യതയുണ്ടെന്ന് എല്ലാ മതങ്ങളും അവകാശപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളായ വേദങ്ങളെ സംബന്ധിച്ച് അത് യജ്ഞകുണ്ഡത്തിൽ നിന്നും ഉണ്ടായി വന്നതാണ് എന്ന് ഋഗ്വേദം പറയുന്നു. 10-ാം മണ്ഡലം 90-ാം സൂക്തത്തിൽ യജ്ഞകുണ്ഡങ്ങളിൽ നിന്നും കയറി വന്നതാണ് വേദങ്ങൾ. എന്നാൽ ബൈബിൾ അങ്ങനെ അവകാശപ്പെടുന്നില്ല. ഇസ്ലാമിൻ്റെ മതഗ്രന്ഥമായ ഖുറാൻ ആകട്ടെ അള്ളാഹു മലക്ക് മുഖാന്തരം ഇറക്കി കൊടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബൈബിൾ അങ്ങനെ ഇറക്കി കിട്ടിയതാണെന്ന് നാം വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് ബൈബിളിൻ്റെ പ്രഖ്യാപനം ഇതാണ്. ഒന്നാമതായി ദൈവിക അരുളപ്പാടാണ്. അതിൻ്റെ മൂലസ്രോതസ് ദൈവം തന്നെയാണ്. ചരിത്രകാലം മുതൽ ദൈവം ദൂതന്മാർ മുഖാന്തരമായും ഒടുവിലായി യേശു ക്രിസ്തു മുഖാന്തരവുമായും മനുഷ്യരാശിക്ക് നൽകിയ വെളിപ്പാടുകളുടെ ക്രോഡീകരണമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോസ്തല പ്രവൃത്തികൾ അഥവാ അപ്പോസ്തല നടപടികൾ 7-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യവും 35-ഉം 38-ഉം വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇത് കാണാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു. ബൈബിൾ യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നുവെന്നോ സ്വർഗത്തിൽ നിന്നും ഇറക്കി കിട്ടിയെന്നോ അല്ല അവകാശപ്പെടുന്നത്. പ്രത്യുത ദൈവകൽപ്പനയാൽ ദൈവനിശ്വാസ്യത്താൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. അതാണ് ബൈബിളിൻ്റെ പ്രഖ്യാപനം. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പത്രോസ് എഴുതിയ 2-ാം ലേഖനം
1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലും ഇതേ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമാണ് അരുളി ചെയ്തത്. അതുകൊണ്ട് വചനത്തിന് അധികാരമുണ്ട്. നമ്മുടെ വിശ്വാസ വിഷയങ്ങളുടെ ആത്യന്തികമായ തീരുമാനത്തിനുള്ള വേദിയല്ല, മറിച്ച് വിധികർത്താവാണ് തിരുവെഴുത്ത്. പരമാധികാരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ അധികാരം പ്രഖ്യാപിക്കപ്പെടുന്നത് തിരുവെഴുത്തിലൂടെയാണ്. തിരുവെഴുത്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തിനും സഭയുടെ പ്രവർത്തനങ്ങൾക്കും അധികാരമായിട്ട് നാം അവലംബിക്കുന്ന ഏക ഗ്രന്ഥം. മൂന്നാമതായിട്ട് ബൈബിളിൻ്റെ ചരിത്രപരമായ വൈശിഷ്ട്യമാണ്. ആർക്കോളജിക്കൽ എവിഡൻസ് ആണ് അതിന് ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത്. എബ്രായ അഥവാ നദിക്ക് അക്കരെ നിന്ന് വന്നവർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച പദമാണ് എബ്രായർ. അവരെ പൊതുവിൽ വിളിച്ചിരുന്ന പേരായിരുന്നു എബ്രായർ. അവർ ഉപയോഗിച്ച ഭാഷയും ആ ജനതയും പിന്നീട് ആ പേരിൽ അറിയപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അവർ ആരെന്നും അവരുടെ തൊഴിൽ എന്തായിരുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു. കൂടാതെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളിലും അവരുടെ തലമുറകൾക്കത് അറിവുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ എബ്രായ പിതാക്കന്മാരും അതുപോലെ ബൈബിൾ പരാമർശിക്കുന്ന വിഷയങ്ങളും കേവലം ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ് എന്ന ലിബറൽ ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുവാനും യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ കാര്യങ്ങൾ സാങ്കല്പികമല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ ഉരകല്ലിൽ ഉരച്ചെടുത്ത ഈടുറ്റതും നിർമ്മലവും വ്യക്തിയാർന്നതുമായ ചരിത്ര സത്യങ്ങളാണെന്നും നിരത്തിവെച്ച തെളിവുകളോടെ സ്ഥിരീകരിക്കപ്പെട്ടു. അതിനായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ പരിശോധിക്കുകയും ഉത്ഖനനങ്ങൾ അല്ലെങ്കിൽ എക്സ്കവേഷൻ നടത്തുകയും ചെയ്തപ്പോൾ ലഭിച്ച വസ്തുതാപരമായ തെളിവുകൾ ബൈബിളിലെ സംഭവങ്ങളും ചരിത്ര കാര്യങ്ങളും ബൈബിളിൻ്റെ ചരിത്ര സത്യങ്ങളെ തെളിയിക്കുകയായിരുന്നു. അബ്രഹാം തുടങ്ങിയുള്ള എബ്രായ പുരുഷന്മാർ സാങ്കല്പിക പുരുഷന്മാർ അല്ലെന്നും ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാർ ആണെന്നും പുരാവസ്തു ഗവേഷണം വളരെ കൃത്യമായി തെളിയിക്കുവാനിടയായിത്തീർന്നു. അതിന് തൊട്ടു പിന്നാലെ ബൈബിളിലെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ച് പലപ്പോഴും സംശയത്തിന് ഇടയുണ്ടായിരുന്നു. നാം അറിയുന്നത് പോലെ അസിറിയൻ അല്ലെങ്കിൽ അസൂർ രാജാവായിരുന്ന സർഗോൺ യെശാവ് 20:1 മറ്റൊരു തെളിവോ രേഖകളോ വിവരണങ്ങളോ ഈ വ്യക്തിയെക്കുറിച്ചില്ലായിരുന്നു. അതിനാൽ അത് വിമർശന വിധേയമാക്കുകയും ബൈബിളിൻ്റെ ഐതിഹ്യ സ്വഭാവത്തിനിത് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ വോളിയം 8 സർഗോനെ പറ്റിയുള്ള പ്രസ്താവന ബൈബിളിന് പറ്റിയ പ്രധാന തെറ്റായിട്ട് കരുതുകയുണ്ടായി എന്ന് രേഖപ്പെടുത്തി. എന്നാൽ 1843 ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റായിരുന്ന പോൾ എമിലി ബോട്ട നടത്തിയ ഗവേഷണത്തിൽ അസൂരിൻ്റെ തലസ്ഥാനമായിരുന്ന നിനവേയിൽ നിന്നും 25 കിലോമീറ്റർ വടക്ക് കിടക്കുന്ന ഡർ ഷർക്കീൻ എന്ന ആധുനിക ഖൊർസാബാദ് എന്ന സ്ഥലത്ത് 25ഓളം ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന സർഗോന്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ഇവിടെ യെശയ്യാപ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്ന സർഗോൺ ക്രിസ്തുവിന് മുമ്പ് 722 മുതൽ 705 വരെ വാണിരുന്ന സർഗോൻ രണ്ടാമനാണെന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി. ഇദ്ദേഹമാണ് ശമരിയരുടെ ഉപരോധം പൂർത്തിയാക്കിയതും ഇസ്രായേലിയരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയതും. അതിനാൽ ബൈബിൾ ഇതിഹാസ കുറിപ്പുകളുടെ സമാഹാരമല്ല, മറിച്ച് ലോക ചരിത്രത്തിൻ്റെ നാഴികക്കല്ലാണെന്നും വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ടു. അപ്പോൾ ബൈബിൾ ഒരു നിസ്തുല്യ പുസ്തകമായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നത് ഇതിനകത്തെ ചരിത്ര പ്രാധാന്യമാർന്ന നിരവധി സംഭവങ്ങളോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിനായിട്ട് നാം കാണും വരെയും നന്ദി, നമസ്കാരം.